നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗമാണ്. മാർച്ച് 2 ഇന്ന് 10 മണിക്ക് യോഗം ചേരും. കുടുംബസംഗമത്തിന് ശേഷം വലിയ വിവാദങ്ങളുണ്ടായി. ലക്ഷ്മിപ്രിയ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു ഓഡിയോ ഇട്ടിരുന്നു. ആ ഓഡിയോയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. പിന്നീട് ആ ഓഡിയോ പല ആളുകൾക്കും മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോർന്ന് നൽകി. ആ ചോർന്ന് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം ഓൺലൈനായി കൂടുകയും ചെയ്തു. അന്ന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ പുറത്താക്കുക എന്നൊരു അജണ്ടയായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2 ഒരു യോഗം ചേരാമെന്ന് തീരുമാനിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ന് ചേർന്ന യോഗത്തിൽ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനിൽ ചേർന്നപ്പം അന്നും വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോയത്. ലക്ഷ്മിപ്രിയ പറഞ്ഞ വാക്കുകൾ തെറ്റായിപ്പോയി. എന്നാൽ അൺപാർലമെൻ്ററി ആയിട്ടൊന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അൺപാർലമെൻ്ററി ആയി പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് പ്രസിഡൻ്റാണ് 4 പ്രാവശ്യം യോഗത്തിൽ പറഞ്ഞു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അത് 4ാമത്തെ പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പരസ്യമായി മാപ്പ് പറയണമെന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് സിജോയ് വർഗീസ് രംഗത്ത് വരികയും അന്ന് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് യോഗം ആരംഭിച്ചതെന്നാണ് എനിക്ക് അന്ന് കിട്ടിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അൺപാർലമെൻ്ററി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ തനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, അതുകൊണ്ട് തനിക്കുണ്ടായ പ്രശ്നങ്ങളാണ് 17 പേരടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞത്. അത് ചോർത്തി കൊടുത്തവർക്കെതിരെ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി കുക്കുവിൻ്റെ ഒരു ഓഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു ഓഡിയോ ഒരു ഓൺലൈൻ മാധ്യമത്തിനും മാത്രം കിട്ടിയിരിക്കുന്നു. അത് അന്വേഷിക്കണമെന്ന് പോലും അന്ന് സെക്രട്ടറി പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. തൻ്റെ ഓഡിയോ ചോർന്നിട്ടുണ്ട്, അതും അന്വേഷിക്കണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചില്ല എന്നതാണ് ഖേദകരമായ കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം അന്നൊരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതിന് അന്വേഷിക്കുന്നതിന് അന്വേഷണ കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. അന്ന് സുജയ് വർഗീസ് ചോദിച്ചു ഇത് മാത്രമാണ്, ഇതിനു മുമ്പ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് 6 മാസത്തെ അന്വേഷണം ഇവർ നടത്തട്ടെ എന്ന നിലയിലേക്ക് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അന്നത്തെ കമ്മിറ്റിയിൽ ആശാ അരവിന്ദ്, സന്തോഷ് കീഴാറ്റൂർ, ബിജു പപ്പൻ, കുക്കു പരമേശ്വരൻ, കുഞ്ചൻ എന്നിവരെയാണ് അന്വേഷണ കമ്മിറ്റിയിൽ വെച്ചത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിപ്രിയ ഒരു കത്തയച്ചു. കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ വാർത്ത വന്നിരുന്നു. ലക്ഷ്മിപ്രിയ കത്തയച്ചിരുന്നു. ഈ അന്വേഷണ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നവരെ തനിക്ക് പൂർണ്ണമായി വിശ്വാസമില്ല. കാരണം ഇതെല്ലാം ഈ നമ്മുടെ നീന കുറുപ്പിന് അനുകൂലമായി വാദിച്ചവരാണ്, അന്ന് മീറ്റിങ്ങിലൊക്കെ വാദിച്ചവരാണ് എന്നാണ് പറയുന്നത്. അവരെ മാത്രം കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അങ്ങനെ പറ്റില്ല എന്ന് കാണിച്ച് അമ്മയ്ക്കൊരു കത്ത് നൽകിയെന്നാണ് അറിയുന്നത്. അതിനകത്ത് 3 പേരുടെ പേര് ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സരയു, കൈലാഷ്, അതോടൊപ്പം സിജോയ് വർഗീസ്. ഇവരെ 3 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ടിനി ടോം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ പേരിൽ നിന്നുള്ള ആളുകളെയും വെക്കണം. അവിടെ മാത്രം നീതി പോലെ ഇവിടെയും നീതി വേണമെങ്കിൽ ഈ ഇതിൽ നിന്നുള്ള ആളുകളെ വെക്കണമെന്ന് ഒരു മെയിലായിട്ട് അയച്ചിട്ടുണ്ട്, കത്തയച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്നത്തെ യോഗം നിർണായകമാണ്. അത്രമാത്രം താരസംഘടന അമ്മയ്ക്ക് ഒരു നാണക്കേടുണ്ടായ ഒരു സംഭവമായി. ഈ കുടുംബസംഗമത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ കുടുംബസംഗമത്തിൻ്റെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും. എത്ര രൂപയാണ് ഇതിന് വരവ് ചെലവ് എന്ന് അറിയിക്കേണ്ടതായി വരും. പിന്നീട് ഈ പരിപാടി കഴിഞ്ഞിട്ട് പല ആളുകൾക്കും പൈസ കൊടുക്കാൻ ഒരു വിസമ്മതം കാണിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്നാൽ അവർക്കൊക്കെ ഇപ്പോൾ പൈസ കൊടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പൈസ കൊടുക്കാനുള്ള കാരണമുണ്ട്. ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തത് സ്റ്റീഫൻ ദേവസിയായിരുന്നു. സ്റ്റീഫൻ ദേവസിക്ക് പൈസ കൊടുക്കാൻ ഒരു മടി കാണിച്ചു. പക്ഷേ ഇതിൻ്റെ എല്ലാം ഓഡിയോ വാങ്ങണമെങ്കിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് ഓഡിയോ കിട്ടണം. അതുകൊണ്ട് അവരൊക്കെ പൈസ നൽകിയെന്നാണ്. 11 ലക്ഷത്തോളമാണ് അതിൻ്റെ തുക എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഡാൻസ് ടീമിന് 10 ഡാൻസ് ഉണ്ടായിരുന്നു. 13 ആർട്ടിസ്റ്റുകൾക്ക് ഡാൻസ് പഠിപ്പിച്ചു. 10 ഡാൻസോളം 20 ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇവർക്ക് 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. പിന്നീട് അത് TDS കട്ട് ചെയ്യുന്നു. ഒരാൾക്ക് തുച്ഛമായ പൈസ കൊണ്ട് TDS 30,000 രൂപ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പം ആ ഡാൻസ് പഠിപ്പിക്കുന്ന കൊറിയോഗ്രാഫി ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചു. അവർക്കും പൈസ കൊടുത്തു എന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും 30,000 രൂപ കട്ട് ചെയ്തപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വിഷമമുണ്ടായി. അതോടൊപ്പം തന്നെ മേക്കപ്പിന് വന്നവരുടെയും പൈസ കട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയും TDS കട്ട് ചെയ്ത്. ഇതിനു മുമ്പൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ കട്ട് ചെയ്യാനുള്ള ഒരു ബാധ്യത ഉണ്ടെങ്കിൽ ഇവർ അതിന് നേരത്തെ മുൻകൂട്ടി പൈസ പറഞ്ഞേണേ എന്നും പറയുന്നു. അങ്ങനെയൊക്കെ
വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. പൈസ കൊടുക്കുന്ന കാര്യത്തിൽ മടി, കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ മടിയെന്ന് ഈ ആളുകളെ ഏൽപ്പിച്ചവർ സ്വയം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ അമ്മച്ചി ലക്ഷ്മിപ്രിയയുടെ ഡാൻസുമായി ബന്ധപ്പെട്ട് തിരുവാതിര ഉൾപ്പെടെ പഠിപ്പിക്കാൻ പ്രായം ചെന്ന അമ്മമാരാണ് എത്തിയിരുന്നത്. അവർക്കുള്ള പൈസ നൽകിയിട്ടില്ല എന്ന് പറയുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ, ഇന്നത്തെ എക്സിക്യൂട്ടീവ് മൊത്തം കണക്ക് അവതരിപ്പിക്കണം. ആ കണക്ക് എന്തൊക്കെയാണ് ചെലവ്, എന്തൊക്കെയാണ് വരവ് എന്ന് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും നിർണായകമായ എക്സിക്യൂട്ടീവ് യോഗമാണ്. എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കാണുമോ എന്ന് നമുക്കറിയില്ല. മാധ്യമങ്ങളെ കണ്ടാൽ ഈ കാര്യങ്ങളെല്ലാം വിവരിക്കേണ്ടതായി വരും. എന്തായാലും 10 മണിക്ക് എക്സിക്യൂട്ടീവ് യോഗം ചേരും. ഇന്ന് നേരിട്ടുള്ള യോഗമാണ്. അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചാണ് യോഗമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.